എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോ പോത്തുകെട്ടി. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. കാരണം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വെള്ളിയാഴ്ചയാണ് ജൂൺ 27, 2025. ഷാനു കാക്കൂരും ഷാഫി എബിക്കാടും ചേർന്ന് സംവിധാനം ചെയ്ത് ജിതിൻ കെ വി നിർമ്മിച്ച ബിബിൻ ജോർജ് നായകനായിട്ട് വന്ന കൂടൽ എന്ന സിനിമ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച ഒരു സിനിമയാണ്. എന്റെ ചെറുപ്പകാലത്ത് എന്റെ പപ്പയും അമ്മയും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയുടെ സ്ക്രീനിൽ നിന്നാണ് എനിക്ക് ഈ സിനിമ മോഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്റെ ഈ സിനിമാ ജീവിതത്തിൽ ഒരുപാട് നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൗക്കത്ത് പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രിയ സുഹൃത്ത് റിയാസ് വയനാടാണ്. ഷൗക്കത്ത് വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് കൂടൽ. ഞാൻ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഞാൻ ഇൻട്രോ സീനിൽ വരുന്നത്. സിനിമാ ജീവിതത്തിൽ ഒരുപാട് കൈത്താങ്ങായി കൂടെ നിന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടെല്ലാം നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കാലത്ത് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പെട്ട് ഈ കലാജീവിതം ഞാൻ ഉപേക്ഷിച്ചിരുന്ന സമയത്ത് ആണ് ഞാൻ പ്രിയപ്പെട്ട സുബൈർ സുബൈർക്ക് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതോടുകൂടി ഞങ്ങൾ വീണ്ടും ഈ കലാജീവിതം ഒരേ മനസ്സുള്ള അല്ലെങ്കിൽ ഒരേ ആഗ്രഹവുമായി നടക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ ചെറിയ ചെറിയ സിനിമകളിലൊക്കെ വേഷങ്ങൾ ചെയ്യാനായിട്ട് അവസരമുണ്ടായത്. അതിനുശേഷം പ്രിയപ്പെട്ട ഷാജി പട്ടിക്കൽ സാറ് ആദ്യമായിട്ട് എന്നെ സിനിമയുടെ സ്ക്രീനിൽ എത്തിച്ചത് പ്രിയ ഷാനു സമദ് സാറിന്റെ മുഹബത്തിൻ കുഞ്ഞിത്തുള്ള എന്ന സിനിമയിലൂടെയാണ്. ക്യാബിൻ എന്ന സിനിമയുടെ ഡയറക്ടർ ബഷീർ പുലരി, അതുപോലെ തന്നെ അതിന്റെ നിർമ്മാതാവും അതിലെ നായക നടനുമായ പ്രിൻസാറ്, ചതി എന്ന സിനിമയിലൂടെ ഞങ്ങളെ ഫാമിലിയായിട്ട് മൊത്തം ആളുകളെയും ഒരു ഒറ്റ സ്ക്രീനിൽ എത്തിച്ച എന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശരത്ചന്ദ്രൻ വയനാട്, മദർ മേരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആതിഖ് റഹ്മാൻ സാറ്, ആ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ്, ഈ വരുന്ന ഓണത്തിന് റിലീസാകാനിരിക്കുന്ന ഒരു മലയാള ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് പമ്പള്ളി സാറ്, റിയാസ് വയനാട്, കരുണാബഡീസ് എന്ന സിനിമയുടെ സംവിധായകൻ മനോജ് കെ ചേളന്നൂർ, അതുപോലെ ലൗജേഷേട്ടൻ, സംവിധായകനും എഴുത്തുകാരനുമായ രഘു ചാലിയാർ, പ്രളയാനന്തരം എന്ന സിനിമയുടെ സംവിധായകൻ അനിൽ മഞ്ഞാങ്കുഴി, അനീഷേട്ടൻ ചീരാല്, കെ യു വയനാട്, അങ്ങനെ ഒരുപാട് ഒട്ടനവധി ആളുകൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നെ സഹായിക്കുന്ന വയനാട്ടിലെ തന്നെ ഒരു ഗ്രൂപ്പാണ് വയനാട് ഡ്രീംസ്. വയനാട് ഡ്രീംസിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രമോദേട്ടൻ, സോണിച്ചേട്ടൻ, മുജീബ് മാടക്കര, മോഹനേട്ടൻ താളൂര്, മജീഷ്യൻ ശശി താഴ്ത്തുവയല്, അമൽ പോള്, അൻസാർ ജസ, കുഞ്ഞാനിലഗിരി, ജഷീദ് അമ്പലവയല്, നൌഷാദ് ഇരുവയല്, യദുകൃഷ്ണൻ പി ജെ, വയനാട് ഡ്രീംസിന്റെ മെമ്പേഴ്സ്, എൻ്റെ പ്രിയ സുഹൃത്ത് വികാസ് ദിവാകരൻ, അദ്ദേഹം ഒരു സിനിമയുടെ പണിപ്പുരയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെയും ഒരുപാട് വർക്കുകളിൽ എന്നെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ രാജേഷ് രചന, അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമുകളും ഇനി വരാനുള്ള വർക്കുകളിലെല്ലാം എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ എൻ്റെ ലൈഫിൽ കൈത്താങ്ങായിട്ട് നിന്നിട്ടുണ്ട്. സിനിമാ തിയേറ്ററിലെ സ്ക്രീനിൽ എൽദോ പോത്തുകെട്ടി എന്ന പേരും കൂടെ എഴുതി കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു ആത്മാഭിമാനം ചെറുതൊന്നുമല്ല. ഒരിക്കലും ഒരു സിനിമയിൽ എത്തിപ്പെടാനോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സിനിമ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനോ യാതൊരുവിധ ചാൻസും ഇല്ലാതിരുന്ന, 100% ചാൻസ് ഇല്ലാതിരുന്ന എനിക്ക് ഒരു വേഷം നൽകി ഇന്ന് എൻ്റെ തൊട്ടടുത്ത ടൗണിലെ തിയേറ്ററുകളിൽ എൻ്റെ മുഖം ആദ്യം കാണിച്ചുകൊണ്ട് ഒരു സിനിമ പ്രദർശനം വിജയകരമായി പ്രദർശിപ്പിക്കുന്നു എന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. എൻ്റെ ഈ യാത്രയിൽ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കിയവരുണ്ട്, പിന്തിരിപ്പിച്ചവരുണ്ട്, മാറ്റി നിർത്തിയ ആളുകളുണ്ട്. എല്ലാവരോടും സ്നേഹം മാത്രം. എന്തായാലും ഈ കൂടൽ എന്ന സിനിമ എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇത് വളരെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഷൗക്കത്ത് കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. എന്നെ ആ സിനിമയുടെ സെറ്റിലുടനീളം സഹായിച്ച ഒരു വ്യക്തിയാണ് ഫിറോസ് കില്ലത്ത്. അദ്ദേഹത്തിൻ്റെയും എന്താ പറയുക കൈത്താങ്ങലുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയ ഷാനുക്കയോടും ഷാഫിക്കയോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഛായാഗ്രാഹകൻ സജീർ പപ്പയോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ നിർമ്മാതാവ് ജിതിൻ ബ്രോയോടുള്ള സ്നേഹവും നന്ദിയൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം, ഈ സിനിമയെ വിജയിപ്പിക്കണം.
നിങ്ങളുടെ സ്നേഹമാണ് എന്നെ ഇതുവരെ എത്തിച്ചത്. തുടർന്നുള്ള എൻ്റെ സിനിമാ ജീവിതത്തിലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കരുതലും വേണമെന്ന് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.